ഇങ്ങനെ ചവിട്ടി ചവിട്ടിട്ട് തീർച്ചയായിട്ടും ഒറ്റ കയ്യില് കുത്തിയതാ, കൈ കുത്തിയതാ, ഇവിടുന്ന് അങ്ങ് പൊട്ടി. സംഭവം ഇവൻ ജിംഖാന കഴിഞ്ഞിട്ടാണല്ലോ വരുന്നത്. അപ്പൊ അതിന്റെ ഒരു പവറില ആശാ നിക്കുന്നത്. ജസ്റ്റ് ഒരു ടച്ച് കൊടുത്തിട്ടുള്ളൂ. അവിടെ ഒരു കല്ലെന്തോ കിടന്നില്ല, ഒന്നും കിടന്നില്ല. ഞാൻ കിടന്നു പോയി. പിന്നെ എന്റെ കയ്യിൽ പ്ലേറ്റ് ഇട്ടിട്ടുണ്ട് ഇവിടെ. എന്ന് രാത്രി ഞാൻ തലോടി ഇവനെ ഒന്ന് ഓർത്തിട്ടാ കിടക്കാറുള്ളൂ. സത്യം പറഞ്ഞ എന്റെ സ്ഥലത്ത് അബൂക്കാണ് ഇവനെ കൊന്നേനെ. ഞാൻ ഇല്ലാത്ത ദിവസമായിരുന്നു. ഞാൻ ഉണ്ടെങ്കിൽ അത് അനുവദിക്കൂലായിരുന്നു. ഇത് വീട്ടിൽ അനുവദിക്കില്ല. ഇവന്റെ റൊമാൻസ് കണ്ട് അത് കണ്ട് ഞാൻ ഞെട്ടി. റൊമാൻസേ ഉള്ളൂ. അല്ല, ഇവനെല്ലാം റിയൽ ആക്കി ചെയ്ത് കളയും. അതായത് എന്റെ ഒരു പ്രശ്നം. അത്രയ്ക്ക് അസൂയ ഉണ്ടാക്കുന്ന കാര്യം. നിങ്ങൾക്ക് ഇവരുണ്ടോ അസൂയ? എനിക്ക് ഫസ്റ്റ് റീല് ഡബ് ചെയ്യുമ്പോ ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു. കാരണം സ്ക്രിപ്റ്റ് ഇല്ല, സ്റ്റുഡിയോയില് സ്ക്രിപ്റ്റ് കൊണ്ടുവന്നിട്ടില്ല, പൈലറ്റ് ട്രാക്ക് ഇല്ല. സ്റ്റോറി ബോർഡ് എവിടെ? സ്ക്രിപ്റ്റ് എടുക്കാൻ മറന്നു. എന്തെങ്കിലും കൊടുക്കണ്ടേ? പൈലറ്റും ഇല്ല, സ്ക്രിപ്റ്റും ഇല്ല. ബാക്കി സീനൊക്കെ അവിടെ ഇല്ലല്ലോ. ഈ ഡിക്റ്റേറ്റീവ് ഉജ്ജ്വലം വിജയിച്ചു, അന്ന് പറ്റി അങ്ങനെ. അതൊരു വലിയ ചോദ്യം. ഓടിയാലും പ്രശ്നം, ഓടിയാലും പ്രശ്നം. അങ്ങനെ കിട്ടുന്ന ഒരു വളയാണ് ഈ വളം. അങ്ങനെയാണ് വള. അങ്ങനെയാണ് വളം. അങ്ങനെ വളഞ്ഞു പോവാ. സാധാരണ വളയല്ല എന്നുള്ളത് ഇതിൽ കൂടുതൽ പറയാൻ പറ്റില്ല. കരം വരുന്നുണ്ട്, അതിനകത്ത് പോയി കൈവച്ചോ? ഇല്ല ഇല്ല ഇല്ല. അതെന്താ അതിനകത്ത് കേറ്റാത്ത എന്താ വിനീത്? ഇല്ല, ഒന്നിലും കയറ്റി നമ്മൾ ഓടിച്ചു കൊടുത്തല്ലോ. അല്ല, നമുക്ക് സഹായിക്കാൻ പറ്റും. പക്ഷെ തിര പോലെ അതൊരു സ്റ്റാൻഡേർഡ് സിനിമയാണ്. അത്ര സ്റ്റാൻഡേർഡ് ഉണ്ടാവും തോന്നില്ല ഇതിന്. പാവപ്പെട്ടവനെ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലോ.